അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി, ജീവകം എ, ജീവകം ഡി, ജീവകം കെ. ശരിയുത്തരം ജീവകം സി. താഴെ പറയുന്നതിൽ ഇലക്ട്രോണിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ്. 2. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന കണമാണ്. 3. കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. 4. ഇലക്ട്രോണുകളുടെ ചലനം വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നു. ശരിയുത്തരം 1, 2, 3, 4 എന്നിവ. ജലത്തിന്റെ പ്രധാന 3 അവസ്ഥകളിലും അതിന്റെ രാസഘടന എങ്ങനെയായിരിക്കും? വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു, അതേപടിയായി തുടരുന്നു. ചില അവസ്ഥകളിൽ സമാനവും ചിലപ്പോൾ വ്യത്യസ്തവുമാണ്. ഇവയൊന്നുമല്ല. ശരിയുത്തരം അതേപടിയായി തുടരുന്നു. ഒരു ഖരവസ്തു നേരിട്ട് നീരാവി അവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ ഏതാണ്? വേപ്പറൈസേഷൻ, സോളിഡിഫിക്കേഷൻ, കണ്ടൻസേഷൻ, സബ്ലിമേഷൻ. ശരിയുത്തരം സബ്ലിമേഷൻ. ജീവകം സിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു. 2. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. 3. മുറിവണങ്ങാൻ സഹായിക്കുന്നു. 4. മൂത്രത്തിലൂടെ നഷ്ടമാകുന്നു. ശരിയുത്തരം 1, 3, 4. അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ, സമ്പർക്ക പ്രക്രിയ, ഹാൾ ഹെറോൾഡ് പ്രക്രിയ, ഡൗൺ പ്രക്രിയ. ശരിയുത്തരം ഹാൾ ഹെറോൾഡ് പ്രക്രിയ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1. മനുഷ്യ ശരീരത്തിൽ ശരാശരി 4.5 മുതൽ 5.6 ലിറ്റർ വരെ രക്തമുണ്ട്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയബാൻഡ്. ഹൃദയത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് ശുദ്ധരക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് സിരകൾ. 3 ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധരക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ശരിയുത്തരം 2, 3. പ്ലാസ്റ്റർ ഓഫ് പാരീസ് രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഫ്ലൂറൈഡ്. ശരിയുത്തരം കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? സൗരോർജം, ജൈവവാതകം, കൽക്കരി, ഭൗമതാപോർജം. ശരിയുത്തരം കൽക്കരി. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? 1. ഹൈഡ്രജൻ, 2. കാർബൺ. ശരിയുത്തരം 1, 2 എന്നിവ. ചുവടെ കൊടുത്തവയിൽ സൾഫർ അടങ്ങിയിരിക്കുന്നത് ഏത് ജീവകത്തിലാണ്? തയമിൻ, റൈബോഫ്ലാവിൻ, നിക്കോട്ടിനിക് ആസിഡ്, ഫോളിക് ആസിഡ്. ശരിയുത്തരം തയമിൻ. ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 7, 8, 9, 10. ശരിയുത്തരം 8. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്ര, ആറ്റം, പ്രോട്ടോൺ, ക്വാർക്ക്. ശരിയുത്തരം തന്മാത്ര. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സരമുള്ള ആവരണം ഏതാണ്? പെരികാർഡിയം പ്ലൂറ, പെരിറ്റോണിയം, മെനിഞ്ചസ്. ശരിയുത്തരം പെരികാർഡിയം. ഒരു
മൂലകത്തിന്റെ ആറ്റോമിക സംഖ്യ താഴെ പറയുന്നതിൽ ഏതിന്റെ തുല്യമാണ്? ന്യൂട്രോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം. ശരിയുത്തരം പ്രോട്ടോണുകളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏതു വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജമുണ്ടാവുന്നത്? ഹൈഡ്രജൻ, നൈട്രജൻ, മഗ്നീഷ്യം, ഓക്സിജൻ. ശരിയുത്തരം ഓക്സിജൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഏത് സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് താഴെ കമന്റ് ചെയ്യുക. നന്ദി.